Hi friends, I am Krishna. കഴിഞ്ഞ എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങളെല്ലാം ഫുൾ സപ്പോർട്ടാണ് നൽകിയത്. അതുപോലെ ഇനിയുള്ള തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ പോകാം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് മെഷീനെ കുറിച്ചാണ്. എൻ്റെ കയ്യിൽ രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട്. ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇലക്ട്രിക്കൽ മെഷീനെ കുറിച്ചാണ്. ഇതിന്റെ ഉപയോഗത്തെ കുറിച്ച് നമുക്ക് നോക്കാം. മെഷീന്റെ കേബിളും പവറും ഒരുമിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്നത് സൈഡിൽ 3 പിൻ ഉള്ളിൽ കാണും. അതിലേക്ക് മെല്ലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. പവറിന്റെ അടുത്ത് കാണുന്നത് സ്വിച്ച് ആണ്. പതിയെ സ്വിച്ച് ഓൺ ചെയ്താൽ നമുക്കിവിടെ ലൈറ്റ് കാണാം. ഈ ലൈറ്റ് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം നൂല് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരമായിരിക്കും. ഇതാണ് ഈ മെഷീന്റെ ഫുഡ് പെഡൽ. ഇത് യൂസ് ചെയ്താണ് ഇതിലെ നീടി മൂവ് ചെയ്യുന്നത്. പ്രഷർ ഫുഡ് ഇത് മെഷീനിലേക്ക് ഇടുന്നത് മെല്ലെ ഇതിന് താഴെ ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഇവിടെ ആയിട്ടൊരു ബട്ടൺ ഉണ്ട്. അത് മെല്ലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റ് ഇതിൽ വന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പരുവത്തിൽ പ്രഷർ ഫുഡ് റെഡി ആയിരിക്കും. എങ്ങനെയാണ് മെഷീനിൽ നൂല് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം ഇവിടെ നൂല് എടുക്കാം. അത് കഴിഞ്ഞ് ഇതിലൂടെ നൂല് കടത്തി വിടുക. അവിടുന്ന് ഈ കാണുന്ന ഇതിലേക്ക് സെക്കൻഡ് പാർട്ടിലൂടെ കടത്തി കുറച്ച് മെല്ലെ താഴോട്ടെടുത്ത് വീണ്ടും അടുത്ത് കാണുന്ന ഇതിലൂടെ കടത്തി നേരെ നമ്മുടെ സൂചിക്കടുത്ത് എത്തിക്കുക. പതിയെ നമ്മൾ ഈ കാണുന്ന സൂചിയിലേക്ക് നൂല് കടത്തുക. നമ്മൾ നൂല് പുറത്തേക്ക് വലിച്ചെടുക്കുക. നൂല് വലിച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ ഇടുന്നത് ബോയിൻ കേസിൽ നിന്ന് നൂലെടുക്കാനാണ്. ഇത് കേസ്, ഇത് ബോയിൻ. ഇതാണ് മെഷീനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ബോയിൻ കേസിലേക്ക് നമ്മുടെ ത്രെഡ് ചുറ്റുന്നതാണ് കാണിക്കുന്നത്. അതിനായി ആദ്യം ഇതിലേക്ക് നൂലിടുക. അതിനുശേഷം കുറച്ച് ഭാഗം നമ്മുടെ ബോബിനിലേക്ക് ചുറ്റി അതിനുശേഷം ഇതിലേക്ക് ഇടുക. ഇവിടെ നിന്ന് കുറച്ച് സൈഡിലോട്ട് ആക്കിയതിനു ശേഷം നമ്മുടെ മോട്ടറിലൊന്ന് വലിയ ത്രെഡ് സെറ്റ് ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ബോബിൻ കേസിൽ സെറ്റ് ചെയ്ത് മെഷീനിലേക്ക് ഇടാം. ബോബിൻ കേസ് സെറ്റ് ചെയ്യുന്നത് കേസിലേക്ക് ബോബിൻ മെല്ലെ ഇടുക. അവിടെ നിന്നും മെല്ലെ ഈ ഹോളിലൂടെ നൂല് പുറത്തേക്ക് എടുക്കുക. മെല്ലെ ഒന്ന് വലിക്കുമ്പോഴത്തേക്ക് ബീഡ് കറങ്ങുന്നത് പോലെ കറങ്ങും. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതിൽ വീണെന്നാണ് മനസ്സിലാക്കുന്നത്. അടുത്ത മെഷീനിലേക്ക് ഇടാൻ പോകുന്നത് ആദ്യം ഈ ഒരു ബോക്സ് തുറക്കുക. അതിനുശേഷം അടുത്തൊരു ബോക്സ് ഓപ്പൺ ചെയ്യുക. ബോബിൻ കേസ് മെഷീനിലേക്ക് ഇടുന്നത് ഈ കാണുന്ന നീഡിലേക്ക് നമ്മൾ മെല്ലെ ഇതിടുക. ഇടുമ്പോഴത്തേക്കും അകത്തൊരു ഹോളുണ്ട്. കറക്റ്റ് അതിൽ വീഴുമ്പോൾ ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കും. അപ്പോൾ നമ്മുടെ മെഷീനിലേക്ക് ബോബിൻ കേസ് കറക്റ്റാ വീണമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം നമ്മൾ സൂചിയിൽ കൊടുത്ത നൂലിനെ പതിയെ കയ്യിൽ പിടിക്കുക. അവിടെ നിന്നും അതൊന്ന് മെല്ലെ പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് തന്നെ സൈഡിൽ ഒരു വീല് പോലുണ്ട്. അതൊന്ന് മെല്ലെ കറക്കുമ്പോഴത്തേക്കും ബോബിൻ കേസിൽ നിന്നും നൂല് പുറത്തേക്ക് വരും. അതിനെ നമ്മുടെ അടുത്ത കൈ കൊണ്ട് മെല്ലെ പുറത്തേക്ക് എടുക്കുക. രണ്ട് നൂലും കൂടി ചേർത്ത് പ്രഷർ കൂടിന്റെ ബേക്കിലേക്ക് കടത്തി വിടുക. സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇനി മെല്ലെ ഇത് അടയ്ക്കുക. ഈ ഒരു ബോക്സ് കൂടെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതായി. ഇതാണ് മെഷീന്റെ ഓവർലോക്ക്. ഓവർലോക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നമ്മളൊരു 1/4 ഇഞ്ച് ലോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനെയാണ് ഓവർലോക്ക് എന്ന് പറയുന്നത്. മെഷീൻ സെറ്റിംഗ്സിലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതിൽ ഒത്തിരി ഡിഫറെന്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് വേർഡ്. ഇതിൽ ABCDEFG ഇത് ഓരോ ഫംഗ്ഷനാണ്. നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ മോഡിലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് സ്റ്റിച്ചിങ്ങിന്റെ അഴികൾ കൂട്ടുന്നത്. എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഇതിലാണ്. സ്റ്റിച്ചിങ് നമ്പേഴ്സ് ഉണ്ട്. അതിനാണ് 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനും സാധിക്കും. ഇതിൽ അത്യാവശ്യം ഡിസൈൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് നമുക്ക് ഇതിൽ നോക്കി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതനുസരിച്ച് നമുക്ക് ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ ഒത്തിരി വീഡിയോസുകൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിനായി നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും എനിക്ക് ആവശ്യമാണ്. അതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോസ് കാണുന്നത് വരെ ബൈ.